രാവിലെ. പിന്നെ അതിട്ട് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ 6 വരെ പഠിക്കാം. ഓക്കെ. ഇന്നലെ ഒരു ദിവസം അത് ചോദിച്ചു നീ. ഇന്നലെ മഴയായിരുന്നു എന്റെ കുട്ടിയാണോ? എവിടെ മഴ? എവിടെ മഴയോ? ഏറ്റവും കൂടുതൽ വെയിൽ ഇന്നലെ ആയിരുന്നു. തുണിയെല്ലാം ഉണങ്ങി. ഭയങ്കര മഴയായിരുന്നു. അതങ്ങനെ രാവിലെ എണീറ്റല്ലായിരുന്നു. ചേട്ടാ ഇന്നലത്തെ ആ വീഡിയോ എടുത്ത് രാവിലെ മഴയായിരുന്നു നോക്കട്ടെ. ഓ രാവിലെ മഴ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ഇവള് പോയപ്പോ ഒന്നും മഴയല്ല. ഞാൻ പോയപ്പോ ഇല്ലായിരുന്നു. വെളുപ്പിന് ഒരു 7:30 കഴിഞ്ഞപ്പോ തൊട്ട് മഴയില്ലായിരുന്നു. അതിന് മുമ്പ് വരെ ചാറിക്കൊണ്ടിരിക്കായിരുന്നു. വെളുപ്പിന് ഭയങ്കര മഴയായിരുന്നു. ഈ ഓഡിയോ റെക്കോർഡിംഗ് ചെക്ക് ചെയ്യാൻ വേണ്ടി അവിടെ നീ ഒന്ന് സംസാരിച്ചേ. എന്നേലും പറഞ്ഞേ. എന്നാ പറയാ? നിനക്ക് പറയത്തില്ലേ? നീ ഒന്ന് പറയാൻ. അല്ല ഉച്ചയിലൊന്ന് സംസാരിക്കാൻ കേൾക്കാനോ? മതി. ഇപ്പം നിനക്ക് സംസാരിക്കത്തില്ലേ? നോയിസ് ക്യാൻസലേഷൻ ഇപ്പോൾ ഓഫ് ചെയ്തു. നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കുമ്പോഴാണ് പ്രശ്നം എന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പോൾ ഇപ്പം അത് ഓഫ് ചെയ്തു. നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ അത് ഓണായിരുന്നു. നീ അതിൻ്റെ അല്ലേ പോന്നേ? ഞാൻ വിട്ടോ, ഞാൻ ഇതിലെ കൂടെ പോണേ. ഇവിടുത്താ നീ ബുക്ക് എടുത്തിരുന്നു പൈസ. അതെ പഠിച്ചോണ്ട് എന്നിട്ട് അവിടെ വെച്ചാ ഞാൻ വെളി നിന്നേനില്ലെങ്കിൽ അപ്പോൾ ശരി, ഗോ ടു ക്ലാസ്സസ്. ക്യാമറയുടെ കംപ്ലൈൻറ്റ് ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. ക്യാമറയുടെ നോയിസ് ക്യാൻസലേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഓണാക്കിയിടും സാധാരണ എവിടെയെങ്കിലും കാറ്റൊക്കെ അടിക്കുമ്പോഴും അതിൻ്റെ കാറ്റിൻ്റെ ഇരപ്പ് വരാതിരിക്കാൻ വേണ്ടി. ആ കംപ്ലൈൻറ്റ് കാണിക്കുന്നത് അത് ഓണാക്കിയിടുമ്പോഴാണ്. ഓഫായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെ സംഭവം പിടികിട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇത് ഒരു കംപ്ലൈൻറ്റ് തന്നെയാണ്. അവർക്ക് വാട്സാപ്പ് വഴി അവർ ബന്ധപ്പെടുന്ന കംപ്ലൈൻറ്റ് സോൾവ് ചെയ്യാൻ വേണ്ടി. അപ്പം അവർ സംഭവങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങോട്ട് അയച്ചു തരാൻ പറഞ്ഞില്ല. ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ അവർ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പറഞ്ഞത് നമുക്കത് അറിയത്തില്ലല്ലോ. അങ്ങനെ ചില പ്രശ്നങ്ങൾ സോൾവ് ആകുമായിരിക്കും. അപ്പോൾ ചിലപ്പം ക്യാമറ കൊടുത്തു വിടണമെങ്കിൽ 2 ദിവസം അല്ല 2 ഒരാഴ്ച എടുക്കുമായിരിക്കും. അപ്പോഴത്തേനും വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങോട്ട് പ്രശ്നമുണ്ട് കൊടുക്കാതെ. അല്ല, പാലം ക്ലോസ് ചെയ്തേക്കുന്നതുകൊണ്ട് ബസ്സെല്ലാം ഇതിലേ വരുന്നത്. ഇവിടെ നിന്ന് കൈ കാണിച്ചാലും മതി. പക്ഷേ ഇവിടെ വീതി കുറവായതുകൊണ്ട് ചിലപ്പം ബ്ലോക്കാവും. അയ്യോ അവൻ്റെ കാര്യം.
എന്നാണ്ട് മറ്റേ ലോറിയുണ്ട്. ഞാൻ ഇവിടെ വന്നില്ലേ, ശ്യാമളൊന്നും വന്നില്ലേ? സവിതയുടെ ബർത്ത്ഡേ ആവശ്യം മതിയോ? അത് കഴിഞ്ഞിട്ടേ എത്തളോ? കൃഷ്ണനാണോ? ഭദ്ര ഉണ്ണിയപ്പം കണ്ടോണ്ട് ചോദിച്ചത്. നേദിക്കാൻ വേണ്ടി പാൽപ്പായസം, ഇത് ശർക്കര പായസം. പായസം സൂപ്പർ ടേസ്റ്റാണ്. ബർത്ത്ഡേക്ക് ഇനി പായസം കിട്ടിയില്ലെന്ന് പറയില്ല. കഴിഞ്ഞല്ലോ. പൊന്നെ എന്നാ എണീറ്റേ? കിടന്നോ? ഉറക്കപ്പിച്ചയാണല്ലോ. ദേ കുഞ്ഞിന് പാൽപ്പായസം വേണോ? അമ്മ തരട്ടെ? പിന്നോടെ പോയതാ? ആണോ? വർക്കിന് പോയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താമ്പലാവോ? പാർത്ഥസാരിയുടെ ഗുരുവായൂരമ്പലത്തില് മേടിച്ചതാ. പാർത്ഥസാരഥിയുടെ ഗുരുവായൂരമ്പലോ? മതിയോ? പാർത്ഥസാരിയുടെ അമ്പലത്തിലെ പായസം. ആണോ? എങ്ങനുണ്ട്? അമ്പലത്തിൽ പോയോ? എങ്ങനെയുണ്ട് പായസം? എങ്ങനുണ്ട്? അടിപൊളി. അടിപൊളി. അമ്മക്ക് വേണ്ട? അമ്മ കഴിച്ച്. അമ്മക്ക് കൊതി സഹിക്കാൻ വരാതിട്ട് അമ്മ ഞാൻ കഴിച്ചു. അപ്പയുടെ മീൻ അടിപൊളി. അപ്പയുടെ മീനോ? പായസം കുടിക്കുമ്പോഴാണോ മീൻ്റെ കാര്യം പറയുന്നത്? കളയല്ലേ, കളയാതെ. അതാ കഴിക്ക്, ഇച്ചിരി ഉള്ളു, അതും കഴിച്ചേ, കളയാതെ. ദേഹത്തൊക്കെ ഇടാതപ്പോ. പായസം മേടിച്ചതല്ലേ, തന്നതല്ലേ, ഇവിടെ തിരുമേനി തന്ന. അങ്ങനെയാണോ കഴിക്കുന്നേ? നല്ലോണം കളയാതെ കഴിക്ക്. ഒരു സാധനം കൊണ്ടേ. ഇതെന്തുവാ? മുന്തിരിയാണോ ഇത്? ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം അമ്പലത്തിലെ പ്രസാദമാ. എങ്ങനെയുണ്ട് പറ? നല്ല അടിപൊളിയാണല്ലോ. സൂപ്പറാ. ശിവനുണ്ടോന്നോ? എന്ത് ഉണ്ണിയപ്പോ? അതോ ശിവനുണ്ടോന്നോ? ആ ശിവനൊക്കെ ഉണ്ട്. അവിടെ പോനാ കൈലാസത്തിൽ കാണും. ഏത്? അത് വേണമായിരുന്നോ? ജയമ അമ്പലത്തിൽ ഇരിക്കുന്നുണ്ടോന്ന്? ജയമ ദേവിയാണെന്നാണോ പറഞ്ഞേ? അയ്യോ, നാരായണ ഉണ്ടേ പറഞ്ഞ ഭദ്രകാളിയാന്ന്. മിടുക്കി, അങ്ങനെ മിടുക്കി കേട്ടോ. അമ്മേനെ ദേവിയെ പോലെ തന്നെ കാണണം. അമ്മയാണ്, ദേവിയാണ്, എല്ലാവരും ആണ്. നാരായണയുടെ ഒക്കെ അടുത്ത് ഭദ്രകാളി ആവും. ആരാ അത്? മൂകാംബിക ദേവി, മൂകാംബിക. ഇത് ശാംഭവിയുടെ കണ്ണൻ. ശാംഭവിയെ പോലത്തെ കണ്ണനോ? ഓ, അത് സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ,
ശാംഭവിയെ പോലത്തെ കണ്ണ്. ആ ശരി കേട്ടോ, ശാംഭവിയെ പോലത്തെ കണ്ണ്. അതാരാ? അത് ബാലഭദ്ര. ആരാ അത്? ശാംഭവിയെ പോലത്തെ ഭദ്രയല്ലേ? ശാംഭവി ഷേപ്പ് ഉണ്ടോ? ബാലഭദ്ര. വെള്ള ഡ്രസ് ഇട്ട് ഇതോ? ഇത് ഗുരുജി. ഇത് ഗുരുജി കണ്ടില്ലേ? ഇത് ഗുരുജി. അത് പറ്റി ഗുരുജി ആരാ? ഗുരുജി ശ്രീ ശ്രീ രവിശങ്കർ ഗുരുജി. അത് ഗുരുജി. അവള് കഴിക്കട്ടെ, അത് കഴിക്കട്ടെ. അല്ല ശാംഭവി, അവള് ഉറങ്ങി എണീറ്റല്ലേ ഉള്ളൂ. പെട്ടെന്ന് വായിലോട്ട് വെച്ചടി. പതിയെ കഴിച്ചാൽ മതി. അത് ലഡുവാണോ? അത് ലഡുവാണോ? പിന്നെ ഉണ്ണിയപ്പം വറുത്തതോ? ഒരു തിരുമേനിയോ? മതി. അതായത് എണീറ്റപ്പോ തൊട്ട് എന്തൊക്കെ വെളിപാട് കിട്ടി എന്തൊക്കെ പറയുന്നുണ്ട്. അത് കണ്ണനാന്ന് പറഞ്ഞിട്ട് ശാംഭവി പറഞ്ഞ കേട്ടോ. ശാംഭവിയെ പോലത്തെ കണ്ണനാന്ന്. കണ്ണനെ പോലത്തെ ശാംഭവി എന്നല്ല പറഞ്ഞ, ഇത് ശാംഭവിയെ പോലത്തെ കണ്ണനാന്ന്. കുമ്പളപ്പം. ഇലയപ്പം മോനെ, ഇലയപ്പം. കുമ്പളപ്പാണത്. ഇലയല്ലേ? കുമ്പളയിലായിരുന്നോ? ഇത് വാഴയില അപ്പം. ഇത് ഇലയപ്പം, ഇത് കുമ്പളപ്പം. എല്ലാം നല്ല ടേസ്റ്റ് അല്ലേ? അമ്പലത്തില് നേദിച്ച ശ്യാമളമ്മ വണ്ടിയൊക്കെ പിടിച്ചാണല്ലോ വരുന്നേ. ജയച്ചാച്ചി ഇല്ലടി, ജയച്ചാച്ചി പിന്നെ വരുള്ളൂ. ഞാൻ എടുത്തോളാം, പൊക്കോ. ഞാൻ വിട്ടോളാം, പൊക്കോ. ഞാൻ എടുത്തോളാം, പൊക്കോ, വിട്ടോ. അമ്മ എടുത്തോളാം. അവിടെ വെച്ചേക്ക്, ഞാൻ എടുത്തോളാം. ആ പൊക്കോ. ആയോ എൻ്റെ മണ്ടേ പറിച്ചു. ഏത് ഇത്? ഇതെൻ്റെ പഴയ ചുരിദാറൊക്കെ ഇവിടെ നിൽക്കുമ്പോഴേ എല്ലാം ഇടണ്ടേ? അല്ല, ഇതിന് വണ്ണമുണ്ടോ അതിന് ഇടാനും? അതൊക്കെ വണ്ണമൊക്കെ ഞാൻ അഴിച്ചു വിട്ടു. അമ്മ ചേച്ചാ, അമ്മയെന്ന് ചേട്ടാണെങ്കിൽ അയ്യോ നാക്കാണെങ്കിൽ കുരുകുരുത്ത് ശ്യാമളില്ലാത്തതൊന്നും പറയാൻ വയ്യല്ലോ എന്ന് ഓർത്തിരിക്കുക. ഇനിയിപ്പോൾ കണ്ടോണം ആക്റ്റീവ് ആയിക്കോളൂ. ആരടി? അഭിരാമിയേ, അയ്യോ ചേട്ടാ, അമ്മയ്ക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തേ അമ്മ. ചേട്ടാ ഞാൻ പോയി വല എടുത്ത് മാറ്റിട്ടോ. വേണ്ട, ഞാൻ ഇട്ടോളാമല്ലോ. വില അമ്മ ഇടാൻ പാടമ്മയ്ക്ക്. ഇതെന്നാ ക്ലാസ്സിലായിരുന്നോ?
ഉണ്ടായിരുന്നല്ലോ. ആ അമ്മ അറിഞ്ഞില്ലല്ലേ? 4:15 വരെ ഉള്ളൂ. പിന്നോട്ട് അത് ഇവിടെ പാലം പണിയില്ല, അവിടെ അത്രയും നാളെ. ഈ ആഴ്ച തൊട്ട് അങ്ങനെ അല്ലല്ലോ. ഇന്നലെയൊക്കെ നേരത്തെ ശ്രദ്ധിക്കണം. 4:38 ഇങ്ങോട്ട് വന്നടി. ചന്ദനമൊക്കെ തൊട്ട് വെച്ചു. ഇതോടെ നടി ചന്ദനം. ആ ഇവിടുന്ന് മൂലക്ക് ഞാൻ കാപ്പിപ്പൊടി നൈറ്റ് വിട്ടിട്ട് കാണുന്നില്ല. അമ്മ സ്കിപ്പ് ചെയ്യാവോ? ഇപ്പോ ആ